കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സിൽ ഒരു മാങ്ങച്ചാറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. ആ അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഞാനീ പറയുന്നത്. 3 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആക്കി എടുത്തതാണ്. ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് ഉണക്കിയെടുത്തിട്ട് തുണിയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് ആണ് എടുത്തേക്കുന്നത്, ഒട്ടും വെള്ളമില്ലാതെ. ഇത് എന്നിട്ട് ചെത്തി എടുക്കുന്നുണ്ട്. ഇത് ചെത്തി എടുത്തതിന് ശേഷം ഇതിങ്ങനെ 3 മാങ്ങയായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ചെത്തി എടുക്കുന്നുണ്ട്. തൊലിയൊന്നും കളയണ്ട, അല്ലാതെ ചെത്തി നൈസായിട്ട് തന്നെ ഇത് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതിനകത്തുള്ളത് നമ്മൾ ക്യാരറ്റും കൂടി ഇതിനകത്ത് ചേർക്കണ്ടേ, അതും അതെ ഇതേപോലെ നൈസാക്കി നന്നാക്കി എടുക്കണം. ഒട്ടും വെള്ളം പാടില്ല, അത് ഞാൻ പ്രത്യേകം പറയണേ. എല്ലാത്തിനും ഒട്ടും വെള്ളം പാടില്ല. പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കഴുകി വാറ്റേ വെച്ചിട്ട് ഒരു തുണിയിൽ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നേ, വെള്ളമില്ലാണ്ടിരിക്കാൻ വേണ്ടി. നമ്മുടെ കൈ പോലും നനവുണ്ടാവരുത് കേട്ടോ ഇത് ചെയ്യുമ്പോൾ. ഇതിൽ കാണുന്ന പോലെ നല്ല നൈസായിട്ട് തന്നെ മാങ്ങ ചെത്തിയെടുക്കണം. പൂത്തു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ലെണ്ണയിലാണ് ഇത് ചെയ്യുന്നത്. എണ്ണ ഒരു പൊടിക്ക് കൂടുതൽ എപ്പോഴും വേണമെന്ന് പറഞ്ഞായിരുന്നേ. ആൻറ്റി എന്നോട് പറഞ്ഞു തന്നതാണ്. അയാളുടെ അമ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ആൻറ്റിനെ വിളിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു തന്നത്, ആൻറ്റിയുടെ വോയിസ് എനിക്ക് ഇട്ട് തന്നേ. അപ്പം ഒട്ടും വെള്ളം ഒന്നിനും ഉണ്ടാവരുതെന്ന് പറഞ്ഞായിരുന്നേ. ഇത് ക്യാരറ്റ് ഞാൻ നന്നാക്കി, അതും തലേദിവസം തന്നെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായേ. അത് ഇതേപോലെ തന്നെ നൈസാക്കി അരിഞ്ഞെടുക്കണേ. ക്യാരറ്റ് ഞാൻ തലേദിവസം നന്നാക്കി ഇതേപോലെ തന്നെ തുണിയിൽ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇഞ്ചിയും അതേപോലെ തന്നെ നല്ല നീളത്തിൽ നൈസാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ. അതും അതേപോലെ തന്നെ നീളത്തിൽ നല്ല തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊരു 8-10 പച്ചമുളക് എടുക്കുക. അതും ഇതേപോലെ തന്നെ 2ആക്കി മുറിച്ചിട്ട് പിന്നെ അതിന് ഒന്നും കൂടി 2ആക്കി മുറിക്കുക. അപ്പം 4ആക്കി മുറിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മുറിച്ചെടുക്കുക കേട്ടോ. ഒട്ടും കനമില്ലാത്ത രീതിയിൽ മുറിച്ചെടുക്കുക. അതും ഒരു 8 അല്ലെങ്കിൽ 10 പച്ചമുളകോളം നമുക്ക് എടുക്കാവുന്നതാണ്. എരിവിനനുസരിച്ച് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതും എടുക്കുക കേട്ടോ. അതും ഇതേപോലെ നൈസാക്കി അരിഞ്ഞെടുക്കണം. മാങ്ങ കണ്ടോ ഇതേപോലെ നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഇതേപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ പൊളിച്ചപ്പോൾ തന്നെ നെടുകെ പൊളിച്ചാണ് എടുത്തത്. അതും ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. കഴുകി തുണിയിൽ വിരിച്ചിട്ട് ഡ്രൈ ആക്കിയായിരുന്നേ. നല്ലെണ്ണ ഒരു ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കടുകും ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴേക്കാളും ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് സിമ്മിലാണ് കേട്ടോ ഞാനിത് വെച്ചേക്കുന്നത്. സിമ്മിലിട്ടിട്ട് അതൊന്ന് എല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കാളും ആ പച്ചമുളകും വേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. വേപ്പില ഒരിത്തിരി കൂടുതൽ ഇരുന്നോട്ടെ കേട്ടോ. ഒരു 3-4 തണ്ടോളം വേപ്പില ഇരുന്നോട്ടെ. എന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയും കൂടി ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കാളും ആ ക്യാരറ്റും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും ഇട്ട് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞാൽ മതിയേ, ഒരുപാട് മൊരിയണ്ട. അപ്പോഴേക്കാളും മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. മാങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും തീ സിമ്മിലാക്കിയേക്കണേ. സിമ്മിലാക്കിയിട്ട് വേഗം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കായവും ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കായം ഞാനൊരു 3 സ്പൂണോളം കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് ഇളക്കാനുള്ള, വേഗം തന്നെ അത് എടുക്കണം. മാങ്ങ അല്ലെങ്കിൽ ഉടഞ്ഞു പോകുകയും. എന്നിട്ട് ചൊറുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യത്തിനുള്ള ചൊറുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പും ഇട്ട് കൊടുത്ത് വേഗം തന്നെ അത് എടുക്കുകയാണ്. തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് തൂവി കൊടുക്കാവേ, കുറച്ച് പേരിന് മാത്രമേ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി ഈ അച്ചാർ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.